ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാൾ വീഡിയോസൊന്നും നമ്മുടെ ചാനലില്ലായിരുന്നു. കാരണം വീഡിയോസൊക്കെ നിങ്ങൾക്കറിയാം, കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുന്നവർക്ക്. എൻ്റെ പപ്പയായിരുന്നു, പാസ്റ്റർ ബാബു വർഗീസ് ആയിരുന്നു വീഡിയോസ് എല്ലാം, മെസ്സേജ് എല്ലാം ഒരുപാട് ചെയ്തിരുന്നത്. പപ്പ മാർച്ച് 2 അറ്റാക്ക് ആയിരുന്നു. പപ്പ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു, നിത്യതയിൽ ചേർക്കപ്പെട്ടു. വളരെ പെട്ടെന്നായിരുന്നു. എനിക്കറിയാം, എങ്കിലും നമ്മൾ ദൈവഹിതം അതായിരുന്നു. പപ്പ നമ്മളെ വിട്ടു പിരിഞ്ഞു. എല്ലാവരും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുകൊണ്ട് തന്നെ ഈ ചാനൽ നിന്ന് പോകത്തൊന്നുമില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടും. അതുകൊണ്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചാനൽ കണ്ടിന്യൂ ചെയ്യും. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും നമ്മളോട് കൂടെ ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുകയാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് കൂടെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 13-31-32 വാക്യങ്ങളിൽ കർത്താവ് ഒരു ഉപമയെക്കുറിച്ച് പറയുന്നുണ്ട്. സ്വർഗരാജ്യത്തെക്കുറിച്ചാണ് ആ ഉപമ കർത്താവ് പറയുന്നത്. അതിനെ ഒരു കടുക് മണിയോട് സദൃശ്യമാക്കിയാണ് കർത്താവ് ആ ഉപമ പറഞ്ഞിരിക്കുന്നത്. സ്വർഗരാജ്യം ഒരു കടുക് മണിയോട് സദൃശ്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് സ്വർഗരാജ്യത്തെ ഒരു കടുക് മണിയോട് സദൃശ്യമാക്കി ദൈവം പറഞ്ഞത്? കടുക് മണി എന്ന് പറയുന്നത് ഏറ്റവും ചെറിയൊരു കാര്യമാണ്. വിത്തുകളിൽ അല്ലെങ്കിൽ സസ്യങ്ങളിൽ വിത്തുകളിൽ ഏറ്റവും ചെറുതാണ് കടുകിന്റെ ആ കടുക് മണി എന്ന് പറയുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് കർത്താവ് സ്വർഗരാജ്യത്തെ അതുമായിട്ട് ഉപമിച്ചിരിക്കുന്നത്? ഒന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മനുഷ്യന്റെ കണ്ണിൽ അത് ഏറ്റവും ചെറുതാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുകയാണ്, സ്വർഗരാജ്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്വർഗരാജ്യത്തെക്കുറിച്ച് റെവലേഷൻ ഇല്ലാത്തവർക്ക് അത് സിമ്പിളാണ്, അല്ലെങ്കിൽ അത് ഏറ്റവും ചെറുതാണ്, ഇമ്പോർട്ടൻ്റ് അല്ല. അതാണ് കാര്യം. കാരണം സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള റെവലേഷൻ ഒരു വ്യക്തിക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ ആ വ്യക്തിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ലോകത്തിലെ കാര്യങ്ങളായിരിക്കും. ഈ ലോകത്തിലെ പണമായിരിക്കാം, പദവിയായിരിക്കാം, സക്സസ് ആയിരിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം ആ വ്യക്തി മുൻതൂക്കം കൊടുക്കുന്നത്. ആ വ്യക്തിക്ക് ഇമ്പോർട്ടൻ്റ് അതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വന്ന് സ്വർഗരാജ്യത്തെ കുറിച്ച് പറയുകയാണ്, ഈ ലോകത്തിലുള്ള ഒന്നും വേണ്ട, സ്വർഗമാണ് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നത്തില്ല. ആ വ്യക്തി ചിലപ്പോൾ പുച്ഛിക്കും. ഇവിടെ ഈ ജീവിച്ചിട്ട് വേണം ആദ്യം, എന്നിട്ട് മതി സ്വർഗത്തിൽ ജീവൻ എന്നൊക്കെ പറഞ്ഞെന്ന് വരാം. പക്ഷെ ആ വ്യക്തിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. വ്യക്തിക്ക് ആ ഒരു റെവലേഷൻ കിട്ടിയിട്ടില്ല. സ്വർഗമെന്ന് ഉള്ളത് ഒരു സത്യമാണെന്നും ആ നിത്യതയിലേക്ക് നമ്മൾ എല്ലാവരും ചേർക്കപ്പെടേണ്ടവരാണെന്നും ഒരു നാള് നമ്മൾ ദൈവത്തിന് മുമ്പിൽ നിൽക്കുമെന്നും സ്വർഗരാജ്യം എന്ന് പറയുന്ന സത്യമാണെന്നും ഒക്കെയുള്ള സത്യം ആ വ്യക്തിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് മാത്രമാണ്. ആ വ്യക്തിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കാര്യമില്ല. പക്ഷേ ആ വ്യക്തിക്ക് സ്വർഗരാജ്യത്തിന്റെ റെവലേഷൻ മനസ്സിലായാൽ പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? അത് വളർന്ന് ഏറ്റവും വലുതായി തീരും. സസ്യങ്ങളിൽ ഏറ്റവും വലിയ വൃക്ഷമായി മാറും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പം ഈ കടുക് എന്ന് പറയുന്നൊരു സസ്യമാണ്. ആ സസ്യമേ ആകത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മുടെ വചനത്തിൽ കർത്താവ് അതിനെ വൃക്ഷമായി മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം, സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള മർമ്മം ഒരു വ്യക്തിക്ക് വെളിപ്പെട്ടാൽ അതിനപ്പുറത്തേക്ക് വേറൊന്നും ഉണ്ടാകത്തില്ല. കാരണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതാണ് വചനത്തിലെ മർമ്മം എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മളെ സ്വർഗത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. കർത്താവിന്റെ ആ മിഷൻ തന്നെ അതായിരുന്നു. അപ്പൊ അങ്ങോട്ട് നമ്മൾ എത്തുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. എൻ്റെ പിതാവ് മാറ്റപ്പെട്ടപ്പോഴും ഞങ്ങൾക്ക് ഉത്തമ പ്രത്യാശയുണ്ട്, ആ സ്വർഗരാജ്യത്തേക്ക് തന്നെയാണ് പോയതെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്വർഗരാജ്യത്തിൽ നമ്മൾ എത്തിച്ചേരുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ വ്യക്തിക്ക് ആ റെവലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് തിങ്. അത് എല്ലാത്തിലും ഏറ്റവും വലുതായി മാറും. അതിനപ്പുറത്തേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമില്ല. പിന്നെ സംഭവിക്കുന്ന ഈ ലോകത്തിലുള്ള ഒന്നും നമുക്ക് വേണ്ട, സ്വർഗരാജ്യം മാത്രം മതി. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമവും അതിനു വേണ്ടിയിട്ടുള്ള ആ ജീവിത പ്രയത്നവുമായിരിക്കും പിന്നീട് ഉണ്ടാവുക. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് സ്വർഗരാജ്യത്തേക്ക് നമ്മൾ എങ്ങനെ എത്തണം? അതിനു വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ശരിക്കും ബൈബിൾ വായിക്കണം. കാരണം ബൈബിളിനകത്ത് സ്വർഗരാജ്യത്തിൽ നമ്മൾ എങ്ങനെ എത്തണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ഡീറ്റെയിൽ ലേഖനങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഒന്ന്, ക്രിസ്തുവിന്റെ ജീവിതം എന്നിലൂടെ വെളിപ്പെടണം. ഇത് വെറും ചെറിയൊരു വിഷയമല്ല. ഞാനും പല തരത്തിൽ ശ്രമിച്ചിട്ടും
ഒരുപാട് നാൾ ഞാൻ അതിൽ മുമ്പോട്ട് പോയെങ്കിലും പലപ്പോഴും ഞാൻ ഇതിൽ വീണു പോയിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ജഡത്തിൽ വസിക്കുമ്പോൾ ഈ ജഡത്തിന്റെ ഇൻഫ്ലുവൻസ് നമുക്ക് ഉണ്ടാകും. പക്ഷെ ആ ശ്രമം ഉണ്ടല്ലോ, നമ്മൾ ശ്രമിക്കുന്ന ആ ഒരു പരിശ്രമം, അതിനാണ് ദൈവസന്നിധിയിൽ വിലയുള്ളത്. ഞാൻ ശ്രമിക്കുന്നുണ്ടോ? ഞാനത് ദൈവത്തിന്റെ ഇതിനായിട്ട്, ദൈവരാജ്യത്തിനായിട്ട്, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ എത്താൻ വേണ്ടി, ക്രിസ്തുവിന്റെ ജീവൻ എന്നിൽ വെളിപ്പെടാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വാസ്തവം. ഞാൻ ക്രിസ്തുവിലും ക്രിസ്തു എന്നിലുമാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോകുമ്പോഴാണ് ക്രിസ്തുവിന്റെ ജീവൻ എന്നിൽ വെളിപ്പെടുന്നതും ആത്മാവിന്റെ ഫലങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതും. അങ്ങനെ വിശ്വസിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ദൈനംദിന പ്രശ്നങ്ങളെ ഞാനല്ല ഇത് നേരിടുന്നത്, ക്രിസ്തു ആണെങ്കിൽ എന്ത് ചെയ്യും? അതിന് നിങ്ങൾ കഷ്ടപ്പെടേണ്ട. പലപ്പോഴും പലരും ചിന്തിക്കുന്നുണ്ട്, ക്രിസ്തു ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്നുള്ളത് എനിക്കൊരു കൺഫ്യൂഷൻ ആണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ, സ്നേഹം, ക്രിസ്തു ആണെങ്കിൽ എന്ത് ചെയ്യും? ക്ഷമിക്കും, തിരിച്ചങ്ങോട്ട് സ്നേഹിക്കും. ഈ ഒരു മാർഗമാണ് ക്രിസ്തുവിൻ്റെ മാർഗം. അത് ക്രിസ്തുവാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, ക്രിസ്തുവാണെങ്കിൽ ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ നേരിടും എന്നുള്ള ഒരു എന്താ പറയണ്ട, ആ ഒരു ബോധ്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്വർഗരാജ്യത്തിൻ്റെ പാതയിലേക്കാണ്. അത് വളർന്ന് നമ്മുടെ ഉള്ളിൽ ഏറ്റവും വലിയ സസ്യമായി മാറുകയും ബാക്കിയെല്ലാം ഇല്യൂഷനാണെന്ന് മനസ്സിലായി, മായയാണെന്ന് മനസ്സിലാക്കി ആ സ്വർഗരാജ്യമാണ് സത്യമെന്ന തിരിച്ചറിവോടുകൂടി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നവരായി നമ്മൾ മാറുമ്പോഴാണ് നമ്മളുടെ ജീവിതം ധന്യമായി തീരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ ചാനലിനെ വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഫോൺ നമ്പർ താഴെയുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കുക. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.